ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫോളോയിങ് ഫങ്ഷൻസ്. ഞാനിപ്പോൾ എ മാത്രം ചെയ്യാം, ബിയും സിയും ഹോംവർക്കായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എഫ് ഓഫ് എക്സ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. എഫ് ഓഫ് എക്സ് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്. ഇതിൻ്റെ കണ്ടിന്യൂറ്റി ഡിസ്കസ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ഇത് പോയിൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല ഇവിടെ, എക്സിൻ്റെ വാല്യൂ തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ എല്ലായിടത്തും കണ്ടിന്യൂസ് ആണോ അല്ലയോ അതാണ് എനിക്കറിയേണ്ടത് അല്ലേ. ഇവിടെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് പോയിൻ്റ് ആയിട്ട് അവർ പറഞ്ഞിട്ടില്ല ക്വസ്റ്റ്യനിൽ. അപ്പോൾ നമ്മൾ എല്ലാ വാല്യൂസിനും കണ്ടിന്യൂസ് ആണോ അല്ലയോ അതെനിക്കറിഞ്ഞാൽ മതി. ഇതിൻ്റെ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ എക്സിൻ്റെ എല്ലാ വാല്യൂസിലും കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്നുണ്ടോ എനിക്കറിഞ്ഞാൽ മതി. അപ്പോൾ പോയിൻ്റ് തന്നിട്ടില്ല, ഏത് പോയിന്റിലാണ് കണ്ടിന്യൂറ്റി നോക്കേണ്ടതെന്ന് അവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യും. പോയിന്റ് തരാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ലെറ്റ് എക്സ് ഈക്വൽ ടു സം ആർബിട്രറി റിയൽ നമ്പർ, എന്തെങ്കിലും ഒരു റിയൽ നമ്പറായിട്ട് അസ്യൂം ചെയ്യും. പോയിന്റ് തരാത്തത് കൊണ്ടാണ് അങ്ങനെ എടുത്തത്. എക്സ് ഈക്വൽ ടു സി എന്ന് പറഞ്ഞാൽ എന്തോ ഒരു നമ്പർ. സി എന്ന് പറഞ്ഞാൽ 1 ആവാം, 2 ആവാം, 1000 ആവാം, ഫ്രാക്ഷൻ ആവാം, എന്താണെങ്കിലും ആവാം. അപ്പോൾ സി എന്ന് പറഞ്ഞാൽ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു നമ്പർ, റിയൽ നമ്പർ ഞാൻ എടുത്തു. കാരണം നമ്പർ എന്തെങ്കിലും കിട്ടിയാലല്ലേ കണ്ടിന്യൂറ്റി നോക്കാൻ പറ്റാം. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യനിൽ പോയിന്റ് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എക്സ് ഈക്വൽ ടു സി എന്ന് പറഞ്ഞൊരു ജനറൽ എലമെൻ്റ് എടുക്കുക, അവിടെ കണ്ടിന്യൂറ്റി നോക്കുന്നു. ഓക്കെ, അതാണ് ടെക്നിക്ക്. അപ്പോൾ സിയിൽ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം തന്നെ എക്സിൻ്റെ വാല്യൂ സി മൈനസ് ആവുമ്പോൾ ഫംഗ്ഷൻ എന്ത് വാല്യൂ കിട്ടും എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി മൈനസ് എഫ് ഓഫ് എക്സ് ഞാൻ ഏതാ എഴുതണ്ടേ? എഫ് ഓഫ് എക്സ് ഈസ് ഓൾവേസ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അതെന്ത് വന്നാലും എഫ് ഓഫ് എക്സ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ആണല്ലോ. അപ്പോൾ എന്ത് വരും? നേരിട്ട് എക്സിന് സി കൊടുക്കുക ഇനി അല്ലേ. സൈൻ സി പ്ലസ് കോസ് സി എന്ന് കിട്ടും. ഇങ്ങനെ ചെയ്താലേ മാർക്ക് കിട്ടുള്ളൂ കേട്ടത്. അപ്പോൾ സിയിലുള്ള ലെഫ്റ്റ് ലിമിറ്റ് കിട്ടി. ഇനി നമ്മൾ സിയിലുള്ള റൈറ്റ് ലിമിറ്റ് കാണാൻ പോവാണ്. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി പ്ലസ് എഫ് ഓഫ് എക്സ് കാണാൻ പോവാണ്. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി പ്ലസ് എഫ് ഓഫ് എക്സ് ഞാൻ ഏതാ എഴുതണ്ടേ? എഫ് ഓഫ് എക്സ് ഓൾവേസ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് അല്ലേ. അപ്പോൾ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ആണ് എഴുതേണ്ടത്. ഇനി നേരെ എക്സിന് സി ഇട്ട് കൊടുക്കുന്നു. എക്സിന് നേരെ സി കൊടുക്കാൽ സൈൻ സി പ്ലസ് കോസ് സി എന്ന് കിട്ടും, ശരിയല്ലേ. ഇപ്പം നമ്മൾ ലെഫ്റ്റ് ലിമിറ്റ് എറ്റ് എക്സ് ഈക്വൽ ടു സി കണ്ടു, റൈറ്റ് ലിമിറ്റ് എറ്റ് എക്സ് ഈക്വൽ ടു സിയും കണ്ടു. ഇനി നമ്മൾ ഒരാളും കൂടി ഉണ്ട്, എഫ് ഓഫ് സിയും കൂടിയും കാണണം. എഫ് ഓഫ് സി എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ കറക്റ്റ് സി ആയി കഴിഞ്ഞാൽ ഫംഗ്ഷൻ എന്ത് വാല്യൂ കിട്ടും? നമുക്കറിയാം എഫ് ഓഫ് എക്സ് ഓൾവേസ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്. അപ്പോൾ എഫ് ഓഫ് സി എന്ന് പറഞ്ഞാൽ എക്സിന് നേരെ സി കൊടുക്കുക അല്ലേ. എക്സിന് സി കൊടുത്തു കഴിഞ്ഞാൽ സൈൻ സി പ്ലസ് കോസ് സി എന്ന് കിട്ടും അല്ലേ. ഇനി ഒന്ന് നോക്കിയേ, ലെഫ്റ്റ് ലിമിറ്റ് സൈൻ സി പ്ലസ് കോസ് സി, റൈറ്റ് ലിമിറ്റ് സൈൻ സി പ്ലസ് കോസ് സി, എഫ് ഓഫ് സിയും സൈൻ സി പ്ലസ് കോസ് സി മൂന്നും സെയിം ആയതുകൊണ്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു സി എന്ന് പറയാം അല്ലേ. കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു സി. സി എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറഞ്ഞത്? എനി റിയൽ നമ്പർ അല്ലേ. സി എന്ന് പറഞ്ഞാൽ ഒരു ജനറലായിട്ട് ഒരു നമ്പർ എടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ എക്സ് ഈക്വൽ ടു സി. സി എന്ന് പറഞ്ഞാൽ എന്ത് റിയൽ വാല്യൂ വന്നാലും അല്ലേ. സി എന്ന് പറഞ്ഞാൽ എന്ത് റിയൽ വാല്യൂ വന്നാലും ഫങ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്ന് പറഞ്ഞാൽ എല്ലാ റിയൽ വാല്യൂസിലും കണ്ടിന്യൂസ് ആണെന്ന് പറയാമല്ലോ. സി എന്ന് പറഞ്ഞാൽ എന്ത് റിയൽ വാല്യൂസിലും ഫങ്ഷൻ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഫങ്ഷൻ എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ്. എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ആർ. എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ്. ഇതിൻ്റെ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് ഗ്രാഫ് ആയിരിക്കും കിട്ടുക. ഇതേപോലെ ബിയും സിയും നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ.